إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ആൽ ഇംറാനിലെ 96, 97 വചനങ്ങളാണ് ഓർമ്മയിൽപ്പെടുത്തിയത്. ജീവിതത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അവസരമാണ് ആളുകൾക്ക് മക്കയിൽ പോയി ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സാധിക്കുക എന്നത്. നമ്മുടെ നാട്ടിൽ നിന്നെല്ലാം ആളുകൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ഒരുക്കത്തിലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളായ ഹാജിമാരെ മക്കയിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ജീവിതവും
ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധേയമായി കിട്ടേണ്ടുന്ന ഒരുപാട് അനുഭവങ്ങളും സന്ദർഭങ്ങളും മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പലതിനെയും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് നമ്മുടെ മനസ്സിലും ജീവിതത്തിലും വിശേഷിച്ച് കൊണ്ടു നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, മാസങ്ങളുണ്ട്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതും ആദരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതുമാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു ആദരിച്ച ചിഹ്നങ്ങളെ ആദരിക്കുക എന്നത് അത് തഖ്വയിൽപ്പെട്ടതാണ്, മനസ്സിന്റെ തഖ്വയുടെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ഒരുപാട് ചിഹ്നങ്ങളിൽ, ശആയിറുകളിൽ വളരെ പ്രധാനമാണ് ഹറം പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. സ്ഥലങ്ങൾ എന്ന നിലയിൽ അവയാണ്. അതിനെ സംബന്ധിച്ച് അല്ലാഹുവും റസൂലും എന്താണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് അറിയണം. കാരണം ഒരു അത്തരം സന്ദർഭങ്ങളെ സംബന്ധിച്ചുള്ള ഇൽമുകള് നമുക്ക് ശക്തമാകുമ്പോഴാണ് അള്ളാഹുവിന്റെ ഖുദ്റത്ത് നമുക്ക് ബോധ്യപ്പെടുക, നമ്മുടെ ഈമാൻ ശക്തമായി തീരുകയും ചെയ്യുക. അതൊക്കെ മക്കയും മദീനയും ഒക്കെ ഈ സന്ദർഭങ്ങളിൽ ജനനിബിഡമായിക്കൊണ്ടിരിക്കുമ്പോ മദീനയെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. മക്കയിലേക്കുള്ള ഒരു ചെറിയ എത്തിനോട്ടം, വളരെ ഒരു ഭാഗം മാത്രം. മക്ക എന്ന് പറയുന്നത് 4 ഭാഗവും കറുത്ത മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വരണ്ട പ്രദേശമാണ്. ഭൂപടത്തിൽ തന്നെ ആ മക്ക വരുന്നത്, സത്യത്തിൽ അറിയപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയിലൂടെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ഒരു പ്രാർത്ഥന നമ്മൾ എപ്പോഴും ഓതുന്ന ഒന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓതിയിരുന്നു. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. നിന്റെ വീടിന്റെ ഈ ചാരത്ത് ഞാൻ എന്റെ മക്കളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, നിന്റെ വീട്, നിങ്ങൾ നോക്കിയേ, കഅബാലയം, അതിന്റെ മാഹാത്മ്യമാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. എന്തുകൊണ്ടും അല്ലാഹുവിങ്കൽ സ്വീകാര്യമാണ് എന്ന് തെളിയിക്കുന്ന എത്രയോ തെളിവുകളുണ്ട്. അത് നമ്മൾ വായിച്ചെടുക്കണം. കാരണം എന്താ അറിയോ, ഈ സദസ്സില് നമ്മൾ ഓരോരുത്തരും തിരിഞ്ഞിരിക്കേണ്ടതും കഅബയുടെ നേരെയാണ്, അല്ലേ? നമ്മുടെ ഏത് പ്രാർത്ഥനകളും അങ്ങോട്ട് തിരിഞ്ഞാണ് നമ്മൾ തേടേണ്ടത്. ഇപ്പൊ ബാങ്ക് കൊടുത്തത് അവിടേക്ക് തിരിഞ്ഞാണ്. നമ്മൾ എവിടെ ചെന്ന് മരിച്ചാലും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുസ്ലിമീങ്ങളായ നമ്മൾ എവിടെ മരിച്ചാലും നമ്മളെ കിടത്തുന്നത് എങ്ങനെയാ? അതാ കഅബക്ക് നമ്മുടെ മുഖം അഭിമുഖമാക്കി വെച്ചുകൊണ്ടാണ്. അതാണ് സുന്നത്ത്. നമ്മളെ ഖബറിൽ കിടത്തിയാൽ, നമ്മുടെ അവസാന കിടത്തം, ആ കിടത്തത്തിലും നമ്മുടെ മുഖം തിരിച്ചു വെക്കുന്നത് എവിടേക്കാണ്? അങ്ങനെ കുറെ ഉണ്ട്. വെച്ചാല് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും നമ്മൾ മരിച്ചാലും അങ്ങനെയാണ് ആ കഅബയുമായുള്ള നമ്മുടെ ബന്ധം വരുന്നത്. എന്താണ് അപ്പൊ കഅബ? നമുക്ക് എത്രത്തോളം കഅബയെ കുറിച്ച് അറിയും? ശരിക്കും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ ശരിക്കും നിറഞ്ഞു നിൽക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന ഞാൻ ഓതി വെച്ച സൂറത്ത് ഇബ്രാഹിമിലെ 37-ാമത്തെ വചനമാണ് റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയതി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്ദ ബൈതിക്കൽ മുഹറം എന്ന് പറഞ്ഞിട്ട് ബാക്കി എന്താ അറിയോ? ഫജ്അൽ അഫ്ഇദതം മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. അല്ലാഹുവേ, നിന്റെ അടിയാറുകളുടെ മനസ്സുകളെ ഇവിടേക്ക് നീ ആകർഷിപ്പിക്കണം. നല്ലപോലെ ശ്രദ്ധിക്കണം. നിന്റെ അടിമകളുടെ മനസ്സിനെ ഈ സ്ഥലത്തേക്ക്, ഈ ഭവനത്തിലേക്ക് ആകർഷിപ്പിക്കണം. അവർക്ക് നീ റിസ്ക് കൊടുക്കണം, സമറാത്തുകൾ, പഴങ്ങൾ കൊടുക്കണം. അവർ നന്ദിയുള്ളവരാകാൻ. ആയത്ത് വിശദീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. മക്കയില് ഒരു സാധനം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഭൂപ്രദേശമാണ്.
പുല്ലുകൾ പോലും മുളക്കാത്ത അങ്ങനത്തെ ഒരു കറുത്ത പാറക്കൂട്ടങ്ങളും വ്യത്യസ്തമാണ്. എങ്ങനെ അറിയാം? അടുക്കടുക്കായി വെച്ചൊരു പ്രത്യേകതരം പാറകളാണ്. നാൽക്കാലികൾക്ക് മേഞ്ഞു തിന്നാൻ പോലും പുല്ല് അപൂർവമായുള്ള സ്ഥലം. പക്ഷേ അവിടെ കിട്ടാത്ത പഴങ്ങളില്ല, അവിടെ കിട്ടാത്ത വസ്തുക്കളില്ല. അല്ലാഹുവേ, നീ അവർക്ക് റിസ്കിനെ കൊടുക്കണം. എന്ത് കൊടുക്കണം? പഴങ്ങൾ കൊടുക്കണം. അവരുടെ കൽബുകളെ ആകർഷിപ്പിക്കണം. നോക്കിയേ, നമ്മളെല്ലാരും ഇപ്പൊ ടൂറിന്റെ കാലം. എല്ലാവരും, ഉള്ളവനും ഇല്ലാത്തവനൊക്കെ വീട്ടിലിരിക്കാൻ നമുക്ക് ആർക്കും നേരമില്ല. നമ്മൾ ഒരു ഭൂപ്രദേശത്തേക്ക് യാത്ര പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് ഫലഭൂയിഷ്ടമായ മണ്ണാവണം, കാണാൻ ഇമ്പം വേണ്ടേ, ഒരു നാഗരികമാവണം, സൗന്ദര്യ പ്രദേശമാവണം. എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു നാടാണ് മക്ക എന്ന് പറഞ്ഞാൽ. നമ്മുടെയൊക്കെ മനസ്സിന്റെ പോകണ്ട, പടച്ചോനെ ആ മണ്ണൊന്ന് കാണണം, ആ പാറകളെ ഒന്ന് കാണണം. നാൽക്കാലികൾ പോലും വേയാത്ത, നാല് ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ സ്ഥലം ഒന്ന് കാണണം. അതാണ് നമ്മുടെ ഒരു വികാരം. കഅബ കാണണം, പളവളപ്പല്ല. ഇന്ന ബൈത്തുൽ മുഹറം. ഓരോ വാക്കുകളിൽ ശ്രദ്ധിക്കണം. നമുക്കിന്ന് ചെറിയൊരു അസ്വസ്ഥതയുള്ള ഒരു സമയമാണ്. എപ്പോഴാണ് നമ്മുടെ ശബ്ദം പോവുക എന്ന് അറിഞ്ഞൂടാ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ചുരുക്കുകയും വേണം. ആ ഭവനത്തിന്റെ അടയാളം, ആ പള്ളി കഅബാലയത്തിന്റെ അടയാളം അള്ളാഹു അടയാളപ്പെടുത്തി കൊടുത്തതാണ്. അല്ലെങ്കിൽ അങ്ങനെ പറയില്ല. എങ്ങനെ? നിന്റെ വീടിന്റെ ചാരത്ത്, നിന്റെ ആ പള്ളിയുടെ ചാരത്ത് എന്ന് പറയണമെങ്കിൽ ഇവിടെ പള്ളി ഉണ്ടാക്കണമെന്ന് ആരടയാളപ്പെടുത്തി കൊടുത്തതാണ്? അള്ളാഹു അടയാളപ്പെടുത്തി കൊടുത്തതാണ്. ആദ്യം മുതലേ നൂഹ് അലൈഹിസ്സലാമയുടെ കാലം മുതൽ തന്നെ അതവിടെ ഉണ്ട്. ആ കഅബയുടെ സ്ഥാനം അള്ളാഹു ആദ്യമേ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂറത്ത് ഹജ്ജില്, ഹജ്ജ് എന്ന സൂറത്ത് നമ്മളെല്ലാവരും മുഅ്മിനുകളൊക്കെ ഒരു വട്ടം വായിക്കേണ്ട ഒരു സാധനം. പ്രത്യേകിച്ച് ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും വായിച്ചിരിക്കേണ്ടതുമായ സൂറയാണത്. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാമയോട് അല്ലാഹു പറയുന്നുണ്ട്, വഇദ് ബവ്വഅനാ ലിഇബ്രാഹീമ മകാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ശൈഅൻ വതഹ്ഹിർ ബൈതിയ ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്. ഇബ്രാഹിമിന് നമ്മളെ സ്ഥലം നിശ്ചയിച്ചു കൊടുത്തു. മകാനൽ ബൈത്ത്, ആ പള്ളി ഉണ്ടാക്കേണ്ട സ്ഥലം നമ്മളാണ് സൗകര്യപ്പെടുത്തി നിശ്ചയിച്ചു കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു കൊടുത്തു, നീ അല്ല തുശ്രിക് ബി ശൈഅൻ, എന്നിലൊന്നും പങ്കു ചേർക്കരുത്. വതഹ്ഹിർ, ഇബ്രാഹിം അലൈഹിസ്സലാമയോട് മാത്രമായി പറയുന്ന ഒരു വാക്കാണത്. വതഹ്ഹിർ, നീ ശുദ്ധീകരിച്ചു വെക്കണം. ബൈത്തിയ, എന്റെ ഈ ഭവനത്തെ, ലിത്വായിഫീൻ വൽ ഖായിമീൻ വറുക്കഇ സുജൂദ്, തവാഫ് ചെയ്യുന്നവർക്ക്, നിന്ന് നമസ്കരിക്കുന്നവർക്ക്, റുക്കൂഇലും സുജൂദിലുമായി നിൽക്കുന്നവർക്ക് ഇത് ശുദ്ധീകരിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാമയോട് തനിച്ചു പറയുന്ന വാക്ക്. ഇസ്മായിൽ അലൈഹിസ്സലാമയോടും അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമയോടും ഒന്നിച്ചു പറയുന്ന വാക്കുകളും സൂറത്ത് ബഖറയിലെ 125-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസ്. ഇനി എല്ലാ ആയത്തും ഞാൻ ഓതല്ല, നമ്പർ പറഞ്ഞു തന്നിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇസ്മായിൽ അലൈഹിസ്സലാമക്ക് ഏറെക്കുറെ ഒരു ഏകദേശം 13 വയസ്സ് പ്രായമായ സന്ദർഭത്തിലാണിത് എന്ന്. ഹാജറ ബീവിയുടെ സഹായത്തോടു കൂടിയാണ് അവര് 3 പേരും ഉണ്ട്. ഉമ്മയുടെ സഹായമുണ്ട്, വാപ്പയും മോനും പാടെയാണ് അതങ്ങനെ എന്ത് ചെയ്യുന്നത്, അങ്ങനെ കെട്ടിപ്പടുക്കുകയാണ്. മക്ക പറയുന്ന ഒന്നാമത്തെ കഥ ഈ 3 പേരുടെ ജീവചരിത്രങ്ങളാണ്. അപ്പൊ സഹോദരങ്ങളെ, അന്ന് മേൽക്കൂരയില്ലാത്ത 4 ഭാഗം മാത്രമുള്ള, ഉള്ളിലേക്ക് കടക്കാൻ ചെറിയ ഒരു വഴി മാത്രമുള്ളതാണ് അന്നത്തെ കഅബ എന്ന് പറയുന്നത്. പിന്നീട് കഅബക്ക് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, ജീർണിച്ചു പോയിട്ടുണ്ട്, വീണ്ടും അതിനെ പുനർനിർമ്മിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും അല്ല പറയുന്നത്. നമുക്ക് കഅബയെ കുറിച്ച് എന്താ അറിയാം? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, 4 മൂലയുണ്ടല്ലോ. ആ 4 മൂലയുടെ പേര് നമുക്ക് അതിന്റെ അറിയോ? ഒന്ന് നമ്മളൊക്കെ അറിയാവുന്ന ഭാഗമാണ് ഹജറുൽ അസ്വദ്, അല്ലേ? വടക്ക് കിഴക്കായി കാണുന്ന ആ ഒരു മൂലയാണത്. നേരെ ഇപ്പുറത്തേക്ക് പോയാൽ റുക്നുൽ ഇറാഖ്, അപ്പുറത്തേക്ക് പോയാൽ റുക്നുൽ ശാം,
നേരെ ഹജറുൽ അസ്വദിന്റെ അങ്ങേ മൂല നോക്കിയാൽ റുക്കുനുൽ യമാനി. ഇതാണ് 4 മൂലകൾ. നമ്മളെ മനസ്സിൽ അത് ഉണ്ടാവണം. എന്താ നമ്മളിപ്പോ തിരിഞ്ഞിരിക്കണ അവിടേക്കാണ്. ഒന്നും അറിയാതെ തിരിഞ്ഞിരിക്കാൻ പറ്റൂലല്ലോ. അടുത്തത് കാബയുടെ വാതിൽ എന്നത് ഏകദേശം ഒരാൾ പൊക്കത്തിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരാൾക്ക് പെട്ടെന്ന് ഓടിക്കയറാതിരിക്കാനാണ് വാതിൽ വെച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ അങ്ങനെ തന്നെയാണ്. ഈ ഹജറുൽ അസ്വദിന്റെയും ഈ വാതിലിന്റെയും ഇടയിൽ ചെറിയൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന് നമ്മൾ പറയുക മുൽത്തസം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാബു സലാമിലൂടെ അങ്ങോട്ട് കയറി വന്നാൽ ഈ മുൽത്തസമിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉടനെ കബൂൽ ചെയ്യുന്നതാണ്. അതാണ് പല ആളുകളൊക്കെ വന്നിട്ട് തിക്കിത്തിരക്കാറുണ്ടല്ലോ. നമുക്കൊന്നും അതിന് സൗകര്യം കിട്ടാറില്ല. എന്നാലും അവിടെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ സുന്നത്താണ് എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഹിജ്റി ഇസ്മായിൽ നേരെ ആ റുക്കിന് ഇറാഖിന്റെ അടുത്ത് ചെന്നാൽ നമുക്ക് കാണുന്ന ഒരു വലിയ ഭാഗമാണ്. മാത്രമല്ല ഇതിനകത്ത് ഈ റുക്ക് ഈ ഹിജ്റി ഇസ്മായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുള്ളത് നെഞ്ച് ഇതിലേക്ക് ഇങ്ങനെ ചാരി വെച്ചുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് എന്നാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അതുപോലെ തന്നെ കാബയുടെ ചേരി അതിന്റെ തിട്ട് ഒരൽപ്പം ചെരിഞ്ഞാണ് നിൽക്കുക. ആ ചെരിഞ്ഞ ഭാഗത്താണ് കില്ലകൾ പിടിപ്പിച്ചിട്ടുള്ളത്. അത് വട്ടക്കണ്ണികൾ പിടിപ്പിച്ചിട്ടുള്ളത്. കാരണം ആ കില്ല ഇടുന്നതിന് വേണ്ടി അതിന് പറയുന്ന പേരാണ് ഷാദിർവാൻ എന്നാണ് പറയുക. മനസ്സിലായല്ലോ? മാത്രമല്ല ഈ ഹജറുൽ അസ്വദ് തുടക്കത്തിലേ അതിന്റെ പേര് അങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം കല്ല് ഇങ്ങനെ ഇതിനിങ്ങനെ പടുത്തുയർത്തുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ കാലിൽ ഒരു കല്ല് തടയുകയും നോക്കിയപ്പോൾ ഒരു ഒട്ടകപ്പക്ഷിയുടെ മുട്ടയുടെ അത്രയോളം വലുപ്പമുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു കല്ല്. ആ കല്ല് കണ്ട പാടെ മോനോട് പറഞ്ഞു അത് ഉപകാരപ്പെടും, അത് എടുത്തൊന്നിങ്ങനെ ആ മൂലയിൽ വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആ മൂലയിലെ ഒരു കല്ല് മാറ്റിയിട്ട് അവിടെ വെക്കുകയാണ്. ആ കല്ല് അന്ന് മുതലേ സംരക്ഷിക്കപ്പെട്ടു പോന്നിട്ടുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 90 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ചില ശത്രുക്കൾ ഇതിന് കേടുപാടുകൾ വരുത്തി എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. എന്നിരുന്നാലും ആ കല്ല് അത് അതുപോലെ തന്നെ ചെറിയ പാടുകൾ ഉണ്ടെങ്കിലും കറുത്ത ഈയത്തിൽ ഉരുക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ ഇപ്പോഴും അത് വെച്ചിട്ടുള്ളത്. മാത്രമല്ല കാബയുടെ കല്ലുകളെല്ലാം ഇപ്പോൾ അത് പുതിയതാ, പഴയ കാലത്തുള്ള കല്ലുകളൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. അതൊക്കെ മാറ്റി വളരെ വൃത്തിയാക്കി അത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ആ കല്ലുകളെ ഒക്കെ നോക്കി പറഞ്ഞത് ഇന്നക ഹജർ ലാ തൻഫഅ വലാ തദുർ, നീ ഒരു കല്ലാണ്, അത് നിനക്ക് ഉപകാരമല്ല ഉപദ്രവമല്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂല് മുത്തുന്നത് ഞങ്ങൾ കണ്ടു, അത്രയാണ് ഞങ്ങൾ അതൊരു സുന്നത്ത് എന്ന നിലയിൽ. അപ്പൊ ഞാൻ അതിൽ പറയുന്നത് എന്താ വെച്ചാല് ഈ കല്ല് കൊണ്ട് രോഗം മാറൂല, നരകത്തുനിന്ന് രക്ഷപ്പെടൂല, സ്വർഗം കിട്ടൂല, ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഒരു ഇശാറത്തിന് വേണ്ടി അവിടെ വെച്ചു പൂജാ മനസ്സൊരിക്കലും അവയോട് ഉണ്ടാകാൻ പാടില്ല. മാത്രമല്ല അവിടുത്തെ ശായിറുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മഖാം ഇബ്രാഹിം. നമ്മൾ അവിടെ ഒരു ഗ്ലാസ്സിൽ ഇട്ടിട്ട് അതിങ്ങനെ കാണാം. ഈ മഖാം ഇബ്രാഹിം പണ്ടുണ്ടായിരുന്നത് ഈ ഹജറുൽ അസ്വദിന്റെ നേരെ അടുത്താണ്, ആ വാതിലിനോട് ചാരിയാണ്. പക്ഷേ ആളുകൾക്ക് തവാഫുകൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമസ്കാരം കൂടി, കാരണം മഖാം ഇബ്രാഹിം 2 റക്അത്ത് നിസ്കരിക്കണമല്ലോ. ഇതൊക്കെ വന്ന് തിരക്കുകൾ കൂടിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ഈ ശിആറിനെ എന്ത് ചെയ്തെന്നറിയോ ആ ഭാഗത്തുനിന്ന് കുറച്ചു മാറ്റിയിട്ട് ഇപ്പൊ നമ്മൾ കാണുന്ന ആ സംസം കിണറിന്റെ ഒരു ഭാഗത്തായിട്ട് അതിനെ നിർമ്മിക്കപ്പെട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്ന സമയത്ത് തന്നെ ആ കാബയുടെ അകത്ത് ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. മക്കമ്പത്തോടു കൂടിയാണ് കാബ, മക്ക ഫത്ഹായപ്പോഴാണ് കാബയിൽ നിന്ന് അതെല്ലാം എടുത്തു മാറ്റുന്നത്. കാബയുടെ അകത്തെന്താ, ക്രോസിൽ ഒരു 3 തൂണുകളുണ്ട്. അതിനകത്ത് കയറിയാൽ എവിടേക്ക് വേണമെങ്കിലും തിരിഞ്ഞു നമസ്കരിക്കാം. പക്ഷെ അധികവും നമസ്കരിക്കാറുള്ളത് എവിടേക്കാണ്, ഒരു തെക്കു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അത്ര നമസ്കരിക്കാറുള്ളത്. എന്നിരുന്നാലും ആ കാബ ശുദ്ധീകരിക്കുന്ന വേളയിൽ ഉസ്മാൻ എന്ന് പറയുന്ന ഖുറൈശിയുടെ കയ്യിൽ നിന്ന് ആ താക്കോലൊന്ന് വാങ്ങിയിട്ട് റസൂലുള്ളാഹി അത് തുറന്ന് അവിടെ കയറി നിൽക്കാനുള്ള അനുമതി കൊടുക്കുന്നത് ബിലാലിനാണ്. ബിലാൽ ഒരു കുറുകിയ മനുഷ്യനാണ്.
ആ കുറുകിയ ആളെ വിളിച്ചുകൊണ്ട് നീ ഇതിന്റെ മുകളിൽ കയറണോ എന്ന് പറഞ്ഞു. നബി എനിക്ക് കയറാൻ കഴിയൂലല്ലോ, കാരണം ആയിരക്കണക്കിന് സഹാബികളുണ്ട്, വളരെ വളരെ തലമുതിർന്ന ആളുകൾ. റസൂലുള്ള അനുമതി കൊടുക്കുന്നത് ബിലാലിനാണ്. അവിടെ നബിയുടെ ശരീരത്തിൽ ഇങ്ങനെ കൈ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ശരീരത്തിൽ ചവിട്ടി ബിലാൽ അവിടെ കയറിക്കൊണ്ട് എന്ത് ചെയ്യാണ്, ബാങ്ക് വിളിക്കുന്നുമുണ്ട്. പ്രിയരെ, ഈ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതൊന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സഹസ്രാബ്ദങ്ങളുടെ ചരിത്ര സ്മൃതിയാണത്. അവിടെ ആ മനസ്സിൽ അതിങ്ങനെ തെളിഞ്ഞു വരുമ്പോ വളരെ വേഗത്തിൽ നമ്മൾ പഠിക്കേണ്ടത്, ഞാൻ ഓതി വെച്ച ആയത്ത്, ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമ ഇബ്രാഹിം ഇന്ന അവ്വല ബൈത്തും വുദിഅ ലിന്നാസ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലോകത്ത് ആദ്യമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഉണ്ടാക്കിയ ഭവനം. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ആയത്തുകൾ കാണാം. എന്താണ് ഈ ആയത്തുകള്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വളരെ വേഗത്തിൽ ഈ കഅബയുടെ പരിചരണം, അതിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകളല്ലാതെ ലോകത്ത് ഇന്നേ വരെ ഒരു പിരിവില്ലല്ലോ. ലോകത്ത് മക്കമ്പള്ളി പിന്നെ അതിന്റെ പരിചരണത്തിന് വേണ്ടി പിരിവുണ്ടായിരുന്നെങ്കിലൊക്കെ നമ്മൾ വരെ എന്ത് ചെയ്യും, നമ്മുടെ സ്വത്തിൽ നിന്നൊരു വിഹിതം കൊടുക്കൂലേ? മിക്കവാറും, അന്നുമില്ല ഇന്നുമില്ല, മിക്കവാറും ഈ മക്കാരായ ആളുകള് കൊള്ളയില്ലാത്ത മുതലാണ് അവരതിനു വേണ്ടി ശുദ്ധമായ മുതലാണ് അവർ ഉപയോഗിച്ചിരുന്നത് എന്നാണ്. അങ്ങനെയാണ് അവർ ചൂതാട്ടം നടത്തുന്ന അങ്ങനത്തെ ഒരു മുതലും കഅബയുടെ പരിചരണത്തിന് വേണ്ടി കൊടുക്കൂല എന്നാണ്. മാത്രമല്ല അന്നും ഇന്നും അതിഥികളായി സ്വീകരിക്കുന്നത് 2.5 സഹസ്രാബ്ദങ്ങളോളം അറേബ്യയൊട്ടുക്കും അരാജകത്വവും അസമാധാനവും നിലനിൽക്കുമ്പോഴും കഅബയും പരിസരങ്ങളും വളരെ സമാധാനത്തിന്റെ സങ്കേതമായിട്ടാണ് നിലകൊള്ളുന്നത്. ഖുറൈശികളോട് 2 കാര്യങ്ങൾ അള്ളാഹു എടുത്ത് ചോദിക്കുന്നുണ്ട്. ഒന്ന് ഏതാണ്? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആ സൂറ നേരെ കഴിഞ്ഞതിന്റെ താഴെയാണ് ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ്. ഈ 2 സൂറ അവരോട് നേരിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്നെന്തറിയാമോ? എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഏത്? അബ്രഹത്തും കൂട്ടരും കഅബ പൊളിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വന്നിട്ടുള്ളത്. ആനക്കലഹം നിങ്ങൾ കേട്ടിരിക്കും. ജാഹിലിയ കാലഘട്ടത്തിൽ അറബികളെ കണ്ണോടെ കണ്ടതാണത്. ചരിത്രങ്ങളിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ അബ്രഹത്തും കൂട്ടരും ആനയുമായിട്ടാണ് വരുന്നത്. 60,000-ഓളം പടയാളികൾ ഉണ്ടായിരുന്നെന്ന് പറയുന്നു. ഈ അറബികൾ ഭയങ്കര യുദ്ധപ്രിയന്മാർ തന്നെയാണ്, ഭയങ്കര യുദ്ധക്കാരാ, ഭയങ്കര ധൈര്യശാലികളാ. പക്ഷേ അവർക്ക് ആനനെ കൊണ്ട് യുദ്ധം ചെയ്ത് മാത്രം പരിചയമല്ല. അബ്രഹത്ത് 18 ആന ഉണ്ടായിരുന്നെന്നും 13 ആണെന്നും ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും അബ്രഹത്ത് വരുന്നത് ആനയുടെ പുറത്താണ്. അതിന്റെ ഹറമിന്റെ അതിർത്തിയിൽ വന്ന് അന്നത്തെ കഅബാലയത്തിന്റെ മുതവല്ലിയായ ഹാദിമായ, അന്ന് പരിചാരകൻ, ഇന്ന് ഹാദിം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ഹാദിമുൽ ഹറമൈൻ എന്നത്. അന്നത്തെ ഹാദിം ആരാന്നറിയോ? അബ്ദുൽ മുത്തലിബാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ വല്ലിപ്പയാണ്. അബ്ദുൽ മുത്തലിബാണെന്നുണ്ടെങ്കിൽ ഒരു അതികായനായ, വളരെ വളരെ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ അബ്രഹത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ഇന്ന ഉദ്ദേശമായിട്ടാണ്. ഉടനെ അബ്ദുൽ മുത്തലിബ് തിരിച്ചു പറഞ്ഞ കഥ നിങ്ങൾക്കറിയാം. ഈ ഭവനം പൊളിക്കാനാണോ? അതിന്റെ ഉടമസ്ഥൻ ഞാനല്ല, ഞാൻ അതിന്റെ ഉടമസ്ഥനല്ല. എന്റെ 200 ഒട്ടകം നിങ്ങളെ സൈന്യം പിടിച്ചുകൊണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതങ്ങോട്ട് തന്നാളെ. ഈ ഭവനത്തിന്റെ ഉടമസ്ഥൻ, അതിന്റെ അവസ്ഥ എന്താന്നുള്ളത് അവൻ സംരക്ഷിച്ചോളും, അതിനെ നോക്കാനുള്ള ചുമതല എനിക്കില്ല, തിരിച്ചു പോരുന്നു. അന്ന് അബ്രഹത്ത് പറയുന്നുണ്ട്, അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോ ഞാൻ വലിയൊരാളാണ് വിചാരിച്ചത്, പക്ഷെ ഇത് പറഞ്ഞോടുകൂടി എനിക്ക് മഹത്വം പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പ്രിയരെ, വളരെ വേഗത്തിൽ തിരിച്ചറിയേണ്ടത്, ഇദ്ദേഹം തിരിച്ചു പോന്നപ്പോ മക്കക്കാരോട് പറഞ്ഞു, നിങ്ങൾ ആരും ഇവിടെ നിൽക്കണ്ട, ഒരു ഒഴിഞ്ഞ പ്രദേശത്തേക്ക് പോയിക്കോളൂ, അള്ള തീരുമാനിക്കട്ടെ എല്ലാം. അപ്പോഴാണ് പുതിയ നിലക്ക് നമ്മൾ പറഞ്ഞാൽ ചിലപ്പോ ഒരു ആണവായുധാകാം, പലതും ആകാം എന്നതുപോലെ അബാബീൽ എന്ന് പറയുന്ന പക്ഷികളുടെ അള്ളാഹു അയക്കുകയാണ്. വളരെ ചെറിയ കുരുവികള്. കുരുവികളെ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ ചുണ്ടിന്റെ വലുപ്പങ്ങൾ ആലോചിച്ച് നോക്കിയേ. ആ ചുണ്ടിൽ കൊള്ളുന്ന, കൊക്കിൽ കൊള്ളുന്ന കല്ലിന്റെ വലുപ്പം എത്രയാ? അതും അത്ര നിസ്സാരമായ ആ കല്ലുകള്
അതുകൊണ്ടാണ് എറിയുന്നത്. ഒരു പ്രത്യേകതരം ഏറ്. അത് വന്ന് തട്ടിയാലോ ശരീരം വെന്ത് പൊള്ളും. ഇങ്ങനെയാണ് അത്ര ചരിത്രം പറയുന്നത്. ഇങ്ങോട്ട് വെന്ത് പൊള്ളും. അതിശക്തമായ ചൊറിച്ചിലും. വലിയ രോഗമാണല്ലോ ഈ ചൊറി എന്ന് പറയുന്നത്. അങ്ങോട്ട് പൊള്ളുക, പൊങ്ങുക, ചൊറിയുക. യമനിന്റെ അതിർത്തി വരെ കരിഞ്ഞ മനുഷ്യരുടെ പച്ചമാംസം കരിഞ്ഞ ദുർഗന്ധം കാണായിരുന്നു. എല്ലാവരെയും അള്ളാഹു തകർത്ത് കളഞ്ഞു. കണ്ണോടെ കണ്ടതാ. എന്നിട്ട് അള്ളാഹ് അവരോട് പറഞ്ഞതറിയോ, ലീലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക്. ബാക്കിങ്ങൾ വായിക്കണം കേട്ടോ, സമയമല്ല നമുക്ക്. രക്തദാഹികളായ ആ ജന്മ ശത്രുക്കൾ പോലും അവിടെ വെച്ച് കണ്ടുമുട്ടിയാൽ പരസ്പരം കയ്യോങ്ങൂല. ഖുറൈശികൾക്ക് നാട്ടിലൊക്കെ പേരാ. എന്താ? അവരുടെ യാത്രാ സംഘങ്ങളെ, കച്ചവട സംഘങ്ങളെ മാത്രം ലോകത്താരും ആക്രമിക്കൂല. കാരണം അവര് ഇതിന്റെ ഹാദിമുകളാണ് എന്ന നിലയിൽ ഇങ്ങനെയൊക്കെ സൗകര്യം ചെയ്ത് തന്നിട്ട് അവരോട് അള്ളാഹ് പറഞ്ഞെന്തറിയാമോ? ഒരൊറ്റ സംഗതി, ഈ വീടിന്റെ ഉടമസ്ഥനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഇത്രയധികം മാനവികത ലോകത്ത് നിലനിൽക്കുന്ന വേറൊരു സ്ഥലമുണ്ടോ? വേഗത്തിൽ ആലോചിച്ച് നോക്കിയേ. കാബയുടെ ചുറ്റും റിസർവ്ഡ് ആയിട്ട് ഒരു മുസല്ല ആർക്കില്ല. ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ സൗദിയിലെ രാജാവ് വരുമ്പോ ആ പോലീസുകാർ രണ്ടാൾക്കാർ പിന്നാലെ ഉണ്ടാവും എന്നല്ലാതെ കാബയുടെ കില്ല പിടിക്കാനും ഹജറുൽ അസ്വദ് മുത്താനുമുള്ള അവകാശം നമ്മക്കും അവിടുത്തെ ഹാദിമീങ്ങൾക്കും സൊമാലിയയിലെ കറുത്ത കുട്ടിക്കൊക്കെ ഒരേ അവകാശമാണ്. ഇത്ര ജനകീയമായ ഒരു തുല്യമായ അവകാശമുള്ള സ്ഥലം ഇതല്ലാതെ വേറെ ലോകത്ത് എവിടെയാ? നിങ്ങള് മറ്റുള്ള ആരാധനാലയങ്ങളൊക്കെ എടുത്ത് നോക്കുക, മുസ്ലിമീങ്ങളതല്ല, വ്യത്യസ്തമായി നോക്കുക. പലയിടത്തും ക്യൂ നിൽക്കേണ്ട ഗ്രീൻ ചാനലുകളുണ്ട്. നേതാവാണെങ്കിൽ നേരെ പോകാം, തൊഴുത് തിരിച്ചു പോരാം. അങ്ങനെ ഒരു സ്ഥാനം ലോകത്ത് അള്ളാഹുവിന്റെ പടപ്പുകളിൽ പടച്ചോൻ നിശ്ചയിച്ചുള്ള ഒരു ഇബാദത്തിലുമില്ല. അതാണ് എല്ലാരും മുടിയെടുക്കണം എന്ന് പറഞ്ഞാൽ എടുക്കണം. അത് ഞാൻ പിന്നീട് ഒരു സമയത്ത് പറഞ്ഞു തരേണ്ടത്. അതുകൊണ്ട് തന്നെ ഏഴാനാകാശത്തിലെ ബൈത്തുൽ മഅമൂറിൽ മലക്കുകളാൽ തവാഫ് നിൽക്കാതെ തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മഹത്വം ഭൂമിയിൽ കഅബാലയമാണ്. ലോകത്തെ തിരിക്കാനുള്ള താക്കോലണത് എന്നാണ് ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞത്. ഞാനിത് ഇത്ര എന്തിനാ പറഞ്ഞറിയോ? നമ്മൾ തിരിഞ്ഞിരിക്കുന്നത് എവിടേക്കാ? നമ്മൾ മരിച്ചാൽ നമ്മളെ കിടത്തുന്നത് എവിടേക്കാ? പല കാരണവന്മാര് പറയാറുണ്ട്, കാബയുടെ നേരെ കാല് ഇങ്ങനെ നീട്ടി വെച്ചാൽ, മക്കളെ അങ്ങനെ കാല് നീട്ടല്ലേ, അത് ഹുറുമത്തുകേടാണ് എന്ന് വരെ പറയാറുണ്ട്. മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുകയാണെങ്കിൽ പോലും അതിനഭിമുഖമായി ചെയ്യരുത്. എന്ന് വെച്ചാൽ മനസ്സിലത്രയും ജീവിതത്തിലത്രയും ഒരു താളീമോടുകൂടി നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് കാബ എന്ന് പറയുന്നത്. എന്താണ് അവിടുന്ന് കിട്ടുന്ന ഏറ്റവും വലിയ മഹത്വം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, പക്ക തൗഹീദ്. ആ ഇബാദത്തിൽ ഹജ്ജ് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഹജ്ജിൽ നിന്ന് നമുക്ക് സമ്പൂർണമായി കിട്ടുന്നത് ഏത് മാത്രമേ ഉള്ളൂ? അത് തൗഹീദ് അല്ലാതെ മറ്റൊന്നുമില്ല. പ്രാർത്ഥന അല്ലാഹുവോട്. ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും അതാ. ഇപ്പൊ കഴിഞ്ഞെല്ലാം ഹജ്ജിന് പോയിട്ട് വന്ന ഒരാളോട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാ എന്തൊക്കെ ഞാൻ ചെയ്ത്? കുറേയിടത്ത് നിന്നു, കുറേയിടത്ത് ഉറങ്ങി, അല്ലെ, കുറെ നടന്നു. എന്തു ചെയ്തു? അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിച്ചു. ആ തൽബിയത്തിൽ അതാണ്, തക്ബീറിൽ അതാണ്. അവിടത്തെ പ്രതിനിധീകരിക്കുന്ന 3 ആളുകളുണ്ട്, ഇബ്രാഹിമും ഇസ്മായിലും ഹാജറാബിയും. അവരോട് തേടുന്ന ഒരു തേട്ടവും അവിടെ എവിടെയും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത്രയും പറഞ്ഞെന്തിനറിയോ? ഇപ്പോഴേ മനസ്സ് വെക്കണം, ജീവിതത്തിൽ ഒരിക്കൽ സൗകര്യമുള്ള ആളുകൾ ആ സ്ഥലം സന്ദർശിക്കൽ നിർബന്ധമാണ്. ഞാൻ 4 ഉംറക്ക് പോയിട്ടുണ്ടെന്ന് പറയലല്ല, ഹജ്ജിന് പോകൽ നമ്മൾ ശ്രമിക്കണം. ബാക്കി അള്ളാന്റെ തൗഫീക്ക് കിട്ടിയാൽ നിർബന്ധമായും നമ്മൾ പോണം. എത്ര അറിയോ? ഉമർ റളിയല്ലാഹു അൻഹു ഈ ജിസിയ സക്കാത്ത് തിരിക്കാൻ വേണ്ടി ആളുകളെ പറഞ്ഞയക്കുമ്പോ സമ്പന്നരായ ആളുകൾ ഹജ്ജിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് വാങ്ങിക്കരുത്, അവരിൽ നിന്ന് ജിസിയെ വാങ്ങാൻ പാടുള്ളൂ. കാരണം അവര് അവിടെ പറയുന്നുണ്ട്, തഅജ്ജലു ഇലൽ ബൈത്ത് ഫഇന്ന അഹദകും ലാ യദ്രി മാദാ തുഹദസ്. നിങ്ങൾ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ വളരെ വേഗത്തിലാക്കണം. നമ്മൾ നിയ്യത്ത് വെക്കുക,
നാളെ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. മൻ കാന ലഹു സഅ വലം യുഹജ്ജ, സൗകര്യമുണ്ടായിട്ട് ഒരാള് ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഫൽയമുത് യഹൂദിയൻ ഔ നസ്റാനിയൻ, അവനൊരു യഹൂദിയായിട്ടോ നസ്രാനിയായിട്ടോ മരിക്കട്ടെ. മാഹും ബിമുസ്ലിമീൻ, മാഹും ബിമുസ്ലിമീൻ, 3 വട്ടം ആ വാക്ക് പറയുന്നുണ്ട്. അവർ മുസ്ലിങ്ങളല്ല, മുസ്ലിങ്ങളല്ല എന്നുള്ളതാ. മുൻഗാമികള് വളരെ ഗൗരവത്തിലാണ് സഹോദരങ്ങളെ അതിനെയൊക്കെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കൽബിൽ കഅബ നിറഞ്ഞു നിൽക്കണം. നമ്മുടെ കൽബിൽ കഅബ നിറഞ്ഞു നിൽക്കണം. ഈ തിരിഞ്ഞിരിക്കുന്നത് പോലെ അവിടെ നമ്മൾ ഓരോന്ന് പഠിച്ചാൽ അള്ളാഹുവിന്റെ ഖുദ്റത്ത് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. ആ ഇൽമോട് കൂടിയായിരിക്കണം നമ്മൾ ഇതിനെല്ലാം മനസ്സിലാക്കേണ്ടത്. അപ്പോ ആ തിരിഞ്ഞിരിക്കുന്നതും ആ പ്രാർത്ഥനകളും ആ കിടത്തവും, രാത്രി നമ്മൾ കിടക്കുകയാണെങ്കിൽ വരെ ആ കിടത്തത്തിന്റെ രീതിയിൽ വരെ ആര് വരണം? ആ കഅബ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ അവയെ ആദരിക്കാനും അതിന്റെ മാനവികത ഉൾക്കൊള്ളാനും അതിലെ ഓരോ പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. എല്ലാവരും തുല്യരാണ് എന്ന ദീനിന്റെ മഹിതമായ ആ ബോധ്യം നമ്മുടെ ഖൽബിലേക്ക് വരും. പഠിക്കുക, അറിയുക, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അവനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഹജ്ജിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് മുൻഗാമികൾ കണ്ടുവരുന്നത്. സ്ത്രീകളുടെ ജിഹാദ് എന്ന് പറഞ്ഞ്, സ്ത്രീകൾക്ക് വാളെടുത്തിട്ടുള്ള ജിഹാദ് ഇല്ല. അവരുടെ ജിഹാദ് എന്ന് പറയുന്നത് ഹജ്ജാണ്. ശരിക്കും നമ്മുടെയൊക്കെ സഹോദരിമാര് ശരിക്കും വിചാരിച്ചാൽ ഇപ്പോഴത്തെ അന്തരീക്ഷത്തില്, കാലാവസ്ഥയില്, സാഹചര്യത്തിലൊക്കെ ഏത് താത്താര് വിചാരിച്ചാലും അവരുടെ മഹറമായി അവരുടെ പുതിയാപ്പണ്ണം കൂടി കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവും. അതുകൊണ്ട് അതൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ ആവശ്യമാണ് എന്നൊരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വരണം. അള്ളാഹു എന്നെ രക്ഷിക്കും എന്ന ബോധ്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതാണ്, നമ്മളെ ഉരുക്കി മയക്കി മെരുക്കി കൊണ്ടുവരുന്നത് തന്നെയാണ് എല്ലാ ഇബാദത്തും. എങ്കിൽ ഈ ഹജ്ജിൽ കാണുന്ന ഓരോ കർമ്മങ്ങളും അങ്ങനെയാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്കൊക്കെ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ പഠിക്കാം. നമ്മള് മുസ്ലിമീങ്ങളായ നമ്മൾ പല കാര്യങ്ങൾക്കും മുൻകൂട്ടി ഒരുങ്ങാറുണ്ട്. ഈ കൂട്ടത്തില് ബലിപെരുന്നാൾ അടുക്കാറായി. ദുൽഹിജ്ജ മാസം, ദുൽഖഅദ് കുറച്ചൊക്കെ പിന്നിട്ട് വന്നല്ലോ. നമ്മൾ ഇപ്പോഴേ ഒരുങ്ങേണ്ടതാണ്. സത്യത്തിൽ ഏതെന്നറിയാമോ? ബലി എന്ന് പറയുന്നത് ഉളഹിയ്യത്ത്. ഇതിനൊരു സൂചന മാത്രമാണ് ഞാൻ ഈ തരുന്നത്. ഉളഹിയ്യത്തിനൊന്ന് ഒരുങ്ങുക. ഇതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ട്. മൻ കാന ലഹു സഅ വലം യുലഹ്, സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ബലിയറുക്കാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഫലാ യഖറബന്ന മുസല്ലന, അവര് നമ്മളെ നിസ്കാര സ്ഥലത്തേക്ക് പോലും വരരുത്, അതിനുള്ള യോഗ്യത പോലും അവർക്കില്ല എന്നാണ്. അപ്പൊ സാധിക്കുമെങ്കിൽ നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ ഉരുവിനെ തന്നെ അറുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി അതിന് സാധിക്കാത്ത ആളുകൾക്കാണ് 7 ഷെയർ വരെ ചേർന്നുകൊണ്ട് നമുക്ക് ഈ പുണ്യത്തിൽ എല്ലാവരും പങ്കാളികളാവണം എന്ന നിലക്കാണ് അങ്ങനെ ഷെയർ സിസ്റ്റത്തെ ദീനെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് പഠിപ്പിച്ചെന്നുള്ളത്. ഒരു ഒരുക്കം ഇപ്പോഴേ ഉണ്ടാവണം. ആ ഒരുക്കം മാത്രമാണ് ഞാൻ ഇപ്പം പറഞ്ഞു തരുന്നത്. എന്താണ് അതിന്റെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും എന്നുള്ളത് നമുക്കത് അറിയുമെങ്കിലും ഞാൻ പിന്നീട് അത് ഉണർത്തിത്തരാം. ഇങ്ങനെ ദീന് ആദരിച്ച ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരു ചിഹ്നമായി നിലനിൽക്കുകയും അവയെ ആദരിക്കുന്നത് ഭക്തിയുടെ അടയാളമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായി. ആ ചിഹ്നങ്ങൾ ഏതെല്ലാമാണ് അതൊക്കെ കൃത്യമായി പഠിക്കാനുള്ള, മനസ്സിലാക്കാൻ ഒരുക്കവും കൂടി ജീവിതത്തിൽ ഉണ്ടാവണം.
എല്ലാ നന്മകൾക്കും വേണ്ടി ഒരുങ്ങണം. പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ടാവണം. കാരണം സൗകര്യങ്ങളും മറ്റുള്ളതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ തൗഫീഖാണ് എല്ലാത്തിനും പ്രധാനം. അതുകൊണ്ട് ആ തൗഫീഖിന് വേണ്ടിയും നമ്മൾ നിരന്തരമായി തേടണം. നന്മകളുടെ കാര്യത്തിൽ മുൻപന്തിയിൽ ഉണ്ടാവണം. അള്ളാഹുവിന്റെ കുദറത്തുകളെ നമ്മൾ തിരിച്ചറിയണം. പ്രാർത്ഥനയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. പ്രാർത്ഥനകൾ എന്തിനാണ്? അതാണ് നമ്മുടെ കരുത്തു എന്ന് തിരിച്ചറിയുക. പ്രാർത്ഥനകളിൽ എല്ലാ കാര്യങ്ങളും എപ്പോഴും വരണം. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ഇന്നുകൂടി നമ്മളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികളായി കിടക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ അവരുടെ രോഗങ്ങൾക്ക് ശിഫ കിട്ടാനും ആഫിയത്ത് കിട്ടാനും വേണ്ടിയൊക്കെ നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനകളിൽ വരണം. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ തൃപ്തി നമ്മിൽ കിട്ടണം എന്നുള്ള ആശയോടുകൂടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവണം. അല്ലാഹുമ്മ ജഅൽനി ഉഹിബ്ബുക ബിഖൽബി കുല്ലി വഉർളീക ബിജുഹദി കുല്ലി. അല്ലാഹുവേ, പൂർണ്ണ മനസ്സോടെ നിന്നെ ഇഷ്ടപ്പെടാൻ, എന്റെ എല്ലാ കർമ്മങ്ങൾ കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് ആവേണമേ എന്ന പ്രാർത്ഥനകൾ ഉണ്ടാവണം. ആ പ്രാർത്ഥനകൾ കൊണ്ട് മുന്നോട്ട് നീങ്ങുക. അതാണ് നമ്മുടെ കരുത്ത്. എല്ലാത്തിലും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മിൽപ്പെട്ട എല്ലാ നല്ലവരായ ജനങ്ങൾക്കും അവനെല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പേയത്തിരുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ ഓരോ സഹോദരങ്ങൾക്കും അള്ളാഹു അവന്റെ മഹത്തായ കുദറത്ത് കൊണ്ട് ആ രോഗങ്ങൾക്ക് ശിഫ നൽകി ആഫിയത്തുള്ള ജീവിതം തന്ന് അള്ളാഹു അവരെ തുണക്കുമാറാവട്ടെ. നമ്മുടെ മേലും അള്ളാഹു സദാസമയം അവന്റെ ആഫിയത്തും ബർക്കത്തും ഫളിലും ചൊരിഞ്ഞു തന്നുകൊണ്ട് സമാധാനമുള്ള ജീവിതം രണ്ട് ലോകത്തും പ്രദാനം ചെയ്ത് അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ തുണക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കുളിർമയുള്ള ഒരു ആനന്ദമുള്ള ജീവിതം രണ്ട് ലോകത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഭവനം സന്ദർശിക്കാൻ, അവിടെ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, സംതൃപ്തിയോടുകൂടി അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് അള്ളാഹു ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പോയവർക്ക് വീണ്ടും പോവാനും പോകാത്തവർക്ക് അവിടെ സന്ദർശിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു ഇനിയും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോൾ അവനെ കണ്ടുമുട്ടാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അവനെ കണ്ടുമുട്ടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.